എല്ലാവർക്കും പണത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സിൽ മണി എന്ന് പറയുമ്പോൾ എന്ത് തോട്ട്സാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ ലൈഫിൽ മണി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള ബിലീഫ്സ് എന്താണ്, മണി എന്ന് പറയുമ്പോൾ എന്ത് തോട്ട്സാണ് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ആ എനർജിയെ നമുക്ക് യൂസ്ഫുള്ളായി ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ എനർജിയെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇപ്പം നമുക്കറിയാം കറൻറ്റ് എന്നുള്ളൊരു എനർജി അത് നല്ല രീതിയിൽ ഫ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മണി എന്ന എനർജി നമ്മൾ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ മണിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഈ സമ്പന്നത എന്ന് പറയുന്നത് ഒരാളുടെ മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യം ആണ്. അതുകൊണ്ട് തന്നെ മണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ബിലീഫ്സ് എന്താണോ അതിനെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യാത്തിടത്തോളം കാലം പണം നിങ്ങളിലേക്ക് എത്തിപ്പെടുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സുമായി നിങ്ങളുടെ ഉള്ളിലെ പണത്തെക്കുറിച്ച് എത്തരത്തിലുള്ള ബിലീഫ്സ് ആണോ അത് നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളതാണ്. പണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം പണമായി ബന്ധപ്പെട്ട ബിലീഫ്സിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്.